ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധീൻ സേനുദ്ദീൻ. പ്രധാന വാർത്തകൾ. രാജ്യത്ത് മൂന്നാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമായി പുരോഗമിക്കുന്നു. നാലാംഘട്ട തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. ആന്ധ്രാപ്രദേശ്, ബീഹാർ, തെലങ്കാന സംസ്ഥാനങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള അടുത്തഘട്ട സ്ഥാനാർത്ഥി പട്ടിക 2 ദിവസത്തിനകം പുറത്തിറക്കുമെന്ന് കോൺഗ്രസ്. ഒഡീഷ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി പട്ടിക BJP പുറത്തുവിട്ടു. രാജ്യത്തിന്റെ തെക്ക് കിഴക്കൻ മേഖലകളിൽ കടുത്ത ഉഷ്ണതരംഗത്തിന് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. IPLൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെയും ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെയും നേരിടും. ISL രണ്ടാം പാദ സെമിയിൽ ഇന്ന് ഒഡീഷ മോഹൻ ബഗാൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. രാജ്യത്ത് മൂന്നാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമായി പുരോഗമിക്കുന്നു. പ്രധാന രാഷ്ട്രീയ പാർട്ടികളുടെ മുതിർന്ന നേതാക്കൾ പ്രചാരണ രംഗത്ത് സജീവമാണ്. 10 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശത്തെയും 95 പാർലമെന്റ് സീറ്റുകളിൽ അടുത്ത മാസം 7-നാണ് മൂന്നാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുക. 1351 സ്ഥാനാർത്ഥികളാണ് മൂന്നാം ഘട്ടത്തിൽ ജനവിധി തേടുന്നത്. മഹാരാഷ്ട്രയിലെ 11 സീറ്റുകളിലും ഗുജറാത്തിലെ മുഴുവൻ സീറ്റുകളിലും മൂന്നാം ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ്. കർണാടകയിലെ 14, ഉത്തർപ്രദേശിലെ 10, മധ്യപ്രദേശിലെ 8, ഛത്തീസ്ഗഡിലെ 7, ബീഹാറിലെ 4, അസം, പശ്ചിമ ബംഗാൾ സംസ്ഥാനങ്ങളിലെ 4 വീതം മണ്ഡലങ്ങളിലും ജമ്മു കാശ്മീരിലെ 1, ദാദ്ര നഗർ ഹവേലി, ദാമൻ ദ്യൂവിലെ 2 മണ്ഡലങ്ങളും മൂന്നാം ഘട്ടത്തിൽ ജനവിധി തേടും. രാജ്യത്ത് നാലാംഘട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകൾ തിങ്കളാഴ്ച വരെ പിൻവലിക്കാം. അടുത്ത മാസം 13-നാണ് നാലാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. 5-ാം ഘട്ടത്തിലേക്ക് അടുത്ത മാസം 3 വരെ പത്രിക സമർപ്പിക്കാം. മെയ് 20-നാണ് വോട്ടെടുപ്പ്. 6-ാം ഘട്ട തിരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തിങ്കളാഴ്ച പുറപ്പെടുവിക്കും. മെയ് 25-നാണ് 6-ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുക. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ആന്ധ്രാപ്രദേശ്, ബീഹാർ, തെലങ്കാന സംസ്ഥാനങ്ങളിൽ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. 4-ാം ഘട്ടത്തിൽ അടുത്ത മാസം 13-നാണ് വോട്ടെടുപ്പ്. വിശദാംശങ്ങളിലേക്ക്. ആന്ധ്രാപ്രദേശിൽ മത്സരചിത്രം തെളിഞ്ഞപ്പോൾ 503 പേരാണ് മത്സരരംഗത്തുള്ളത്. ആകെ ലഭിച്ച 2705 നാമനിർദ്ദേശ പത്രികകളിൽ 183 തള്ളി. 25 ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് 686 പത്രികകളും 175 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് 3644 പത്രികകളും ലഭിച്ചു. ഏറ്റവും കൂടുതൽ പേർ മത്സരിക്കുന്നത് നാന്ദിയാല മണ്ഡലത്തിലാണ്. 12 സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്ന രാജമുദ്രിയിലാണ് ഏറ്റവും കുറവ്. ആന്ധ്രാപ്രദേശിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ മണ്ഡലങ്ങളിലേക്കും വോട്ടെടുപ്പ് നടക്കുന്നത് മെയ് 13-നാണ്. ബീഹാറിൽ 4-ാം ഘട്ടത്തിൽ 56 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. 5 മണ്ഡലങ്ങളിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ 84 പേർ പത്രിക സമർപ്പിച്ചപ്പോൾ 28 തള്ളി. തെലങ്കാനയിൽ 17 ലോക്സഭാ മണ്ഡലങ്ങളിൽ അന്തിമ മത്സരചിത്രം തെളിഞ്ഞപ്പോൾ മത്സരരംഗത്തുള്ളത് 625 സ്ഥാനാർത്ഥികളാണ്. വിവിധ കാരണങ്ങളാൽ 268 പത്രികകൾ തള്ളി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഏക ഭാരത് ശ്രേഷ്ഠ ഭാരതത്തിന്റെ അതുല്യ മാതൃകയാണ് ഗോവയെന്ന് പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി. വരും വർഷങ്ങളിൽ സർക്കാർ 3 കോടി വീടുകൾ നിർമ്മിക്കുമെന്നും എല്ലാ വീടുകളിലേക്കും ഗ്യാസ് കണക്ഷനുകൾ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഗോവയിലെ വാസ്കോയിൽ നടന്ന പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഗോവയിലെ 2 ലോക്സഭാ സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പ് മെയ് 7-ന് നടക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി കേന്ദ്രമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ അമിത്ഷായും കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധിയും ഗുജറാത്തിലെ വിവിധയിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുത്തു. BJP ഭരണത്തിൽ എത്തിയാൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് പഞ്ച്മഹലിൽ നടന്ന റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അമിത്ഷാ പറഞ്ഞു. പോർബന്ദർ, ബറൂച്ച് എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുപ്പ് റാലികളിൽ ശ്രീ അമിത്ഷാ പങ്കെടുത്തു. അതേസമയം കഴിഞ്ഞ 10 വർഷമായി BJP സർക്കാർ പാവപ്പെട്ടവരോടും ആദിവാസികളോടും അനീതി കാണിക്കുകയാണെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി ആരോപിച്ചു. വൽസാദ് ജില്ലയിലെ ധരംപൂരിൽ ഒരു റാലിയിൽ പങ്കെടുക്കവെയാണ് പ്രിയങ്ക ഗാന്ധിയുടെ പ്രതികരണം. ഉത്തർപ്രദേശിലെ അവശേഷിക്കുന്ന സീറ്റുകളിൽ ഉൾപ്പെടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക 2 ദിവസത്തിനകം പുറത്തിറക്കുമെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അറിയിച്ചു. ഉത്തർപ്രദേശിലെ റായ്ബറേലി, അമേഠി എന്നിവിടങ്ങളിലെ സ്ഥാനാർത്ഥികളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ കോൺഗ്രസ് ഇന്നലെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ചേർന്നിരുന്നു. ഇവിടങ്ങളിൽ ഗാന്ധി കുടുംബം മത്സരിക്കണമെന്നാണ് UP കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടത്. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടേതായിരിക്കുമെന്ന് പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചു.
ഏപ്രിൽ 19 ആരംഭിച്ച 7 ഘട്ടങ്ങളിലായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതുവരെ 308 സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുംബൈ നോർത്ത് സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിലെ ബിജെപി സ്ഥാനാർത്ഥിയായി മുതിർന്ന അഭിഭാഷകൻ ഉജ്വൽ നിഗം മത്സരിക്കും. ബിജെപിയുടെ പൂനം മഹാജനാണ് നിലവിൽ മണ്ഡലത്തിൽ എംപി. അതിനിടെ ഒഡീഷ നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള 8 സ്ഥാനാർത്ഥികളുടെ പട്ടികയും ബിജെപി പുറത്തുവിട്ടു. ഗുജറാത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമായി തുടരുന്നു. കേന്ദ്രമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ രാജ്നാഥ് സിംഗ് ഇന്ന് വിവിധ തിരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുക്കും. മുതിർന്ന നേതാവ് അഭിഷേക് മനു സിംഗ്വി കോൺഗ്രസിനായി പ്രചാരണത്തിനിറങ്ങും. രാഹുൽ ഗാന്ധി നാളെ പട്നയിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. രാജ്യത്തിന്റെ തെക്ക് കിഴക്കൻ മേഖലകളിൽ അടുത്ത 5 ദിവസം കടുത്ത ഉഷ്ണതരംഗത്തിന് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഒഡീഷയിലും പശ്ചിമബംഗാളിലും കനത്ത ചൂട് അനുഭവപ്പെടുന്നതിനാൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ബീഹാർ, ഝാർഖണ്ഡ്, തെലങ്കാന, രായലസീമ, കർണാടക, തമിഴ്നാട്, കിഴക്കൻ ഉത്തർപ്രദേശ്, മാഹി, കൊങ്കൺ, പശ്ചിമ ഉത്തർപ്രദേശ്, തീരദേശ ആന്ധ്രാപ്രദേശ്, യാനം എന്നിവിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ട്. അതേസമയം വരും ദിവസങ്ങളിൽ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖലകളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. കൊല്ലം, പാലക്കാട്, തൃശൂർ ജില്ലകളിൽ ഇന്നും ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കൊല്ലം, തൃശൂർ ജില്ലകളിൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുമെന്നാണ് മുന്നറിയിപ്പ്. കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ട്. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. വൈകിട്ട് 3:30 അഹമ്മദാബാദിൽ നടക്കുന്ന മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. ഇന്നത്തെ മറ്റൊരു മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സും സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിൽ ഏറ്റുമുട്ടും. രാത്രി 7:30 ചെന്നൈയിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരങ്ങളിൽ രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയൻസിനെയും ഡൽഹി ക്യാപിറ്റൽസ് മുംബൈ ഇന്ത്യൻസിനെയും പരാജയപ്പെടുത്തി. ISL ഫുട്ബോൾ 2023-24 സീസണിന്റെ ആദ്യ ഫൈനലിസ്റ്റുകളെ ഇന്നറിയാം. രണ്ടാം പാദ സെമി ഫൈനലിൽ ഇന്ന് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും ഒഡീഷ FCയും ഏറ്റുമുട്ടും. രാത്രി 7:30 കൊൽക്കത്ത സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലാണ് മത്സരം. ആദ്യപാദ സെമിയിൽ ഒഡീഷ മോഹൻ ബഗാനെ 1-2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയിരുന്നു. നാളെ നടക്കുന്ന രണ്ടാം പാദ സെമിയിൽ മുംബൈ ഗോവയെ നേരിടും. മണിപ്പൂരിൽ CRPFും പോലീസും സംയുക്തമായി നടത്തിയ തിരച്ചിലിൽ നിരവധി ആയുധങ്ങൾ കണ്ടെടുത്തു. ബിഷ്ണുപൂരിലെ നാരൻസേന ഗ്രാമത്തിലായിരുന്നു തിരച്ചിൽ. CRPF സംഘത്തിന് നേരെ നടന്ന ആക്രമണത്തിന് പിന്നാലെയാണ് തിരച്ചിൽ നടത്തിയത്. സുരക്ഷാ സേനയ്ക്ക് നേരെ നടന്ന ആക്രമണത്തിൽ മുഖ്യമന്ത്രി N ബിരേൻ സിംഗ് അപലപിച്ചു. മലയോര മേഖലയിലെ 3 ബങ്കറുകൾ സുരക്ഷാ സേന കഴിഞ്ഞ ദിവസം തകർത്തിരുന്നു. 6 രാജ്യങ്ങളിലേക്ക് 99,000 മെട്രിക് ടൺ ഉള്ളി കയറ്റുമതി ചെയ്യുന്നതിന് കേന്ദ്രം അനുമതി നൽകി. ബംഗ്ലാദേശ്, UAE, ഭൂട്ടാൻ, ബഹ്റൈൻ, മൌറീഷ്യസ്, ശ്രീലങ്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്കാണ് ഉള്ളി കയറ്റുമതി ചെയ്യുന്നത്. പശ്ചിമേഷ്യയിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും 2,000 മെട്രിക് ടൺ വെള്ള ഉള്ളി കയറ്റുമതി ചെയ്യുന്നതിനും കേന്ദ്ര അനുമതി നൽകിയിട്ടുണ്ട്. മതിയായ ആഭ്യന്തര ലഭ്യത ഉറപ്പാക്കാൻ കഴിഞ്ഞ ഡിസംബറിൽ ഉള്ളിയുടെ കയറ്റുമതി കേന്ദ്രം നിരോധിച്ചിരുന്നു. വിലസ്ഥിരതാ ഫണ്ടിന് കീഴിൽ ഈ വർഷം മുതൽ ഉള്ളിയുടെ സംഭരണ ലക്ഷ്യം 5 ലക്ഷം ടണ്ണായി സ്ഥിരപ്പെടുത്തിയതായും ഉപഭോക്തൃകാര്യ മന്ത്രാലയം അറിയിച്ചു. റെയിൽപാതയിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ സർവീസുകളിൽ മാറ്റം വരുത്തിയതായി റെയിൽവേ. ചൊവ്വാഴ്ച വൈകിട്ട് 4:55 തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്ന സിൽച്ചാർ അരോണൈ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് പൂർണ്ണമായും റദ്ദാക്കി. യുക്രൈനിൽ ആക്രമണം നടത്തുന്നതിന് റഷ്യയ്ക്ക് സഹായം നൽകുന്നത് ചൈന അവസാനിപ്പിച്ചില്ലെങ്കിൽ നടപടിയുണ്ടാകുമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ. ബീജിംഗിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് 3ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമായി പുരോഗമിക്കുന്നു. 4ാം ഘട്ട തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. ആന്ധ്രാപ്രദേശ്, ബീഹാർ, തെലങ്കാന സംസ്ഥാനങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള അടുത്തഘട്ട സ്ഥാനാർത്ഥി പട്ടിക 2 ദിവസത്തിനകം പുറത്തിറക്കുമെന്ന് കോൺഗ്രസ്. ഒഡീഷ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി പട്ടിക BJP പുറത്തുവിട്ടു. രാജ്യത്തിന്റെ തെക്ക് കിഴക്കൻ മേഖലകളിൽ കടുത്ത ഉഷ്ണതരംഗത്തിന് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. IPLൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെയും ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെയും നേരിടും. ISL രണ്ടാം പാദ സെമിയിൽ ഇന്ന് ഒഡീഷ മോഹൻ ബഗാൻ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.